ഹായ് ഹലോ. നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടി നല്ല അടിപൊളി ഒരു ചിക്കൻ സ്നാക്ക് തയ്യാറാക്കിയെടുത്താലോ. കുറച്ച് പണികളുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ മാവൊന്ന് തയ്യാറാക്കി വയ്ക്കാം. ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാൽ ചേർക്കുന്നുണ്ട്. ചെറു ചൂടുള്ള പാലാണ്. 5 ടേബിൾ സ്പൂൺ പാൽ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ബാക്കി വെള്ളം ആവശ്യമുള്ളത് ഒരു 2 ടേബിൾ സ്പൂണാണ് വേണ്ടി വന്നത്. അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലും മുഴുവനായിട്ടും പാൽ ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ച് കുറച്ച് ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കത് ഒന്ന് പൊങ്ങി വരാനായിട്ടൊരു 2 മണിക്കൂറോളം മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കതിൽ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഒരു 100 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ഉണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് നമുക്കതിനെ ഷ്രെഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ചിക്കനിൽ ഉപ്പുണ്ടല്ലോ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സവോള വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കൊരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഒറിഗാനോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒറിഗാനോയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാം പച്ചമണം മാറിയപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണേ. മൈദ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 സ്ലൈസ് ചീസ് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് മൊസറല്ല ചീസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് ഏകദേശം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ചെറിയ ഒരു ബോൾ എടുത്തിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കരുത്. കുറച്ചൊന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പോലെ വരുന്ന രീതിക്ക് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. അതാണ് കുറച്ചുകൂടെ എളുപ്പം. ഇനി എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ചെയ്യുന്നത് പോലെ മറു സൈഡിൽ നമ്മൾ ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സൈസിനനുസരിച്ച് 1-2 ഒക്കെ ആക്കി കട്ട് ചെയ്യുക. ഞാനിപ്പോൾ 3 ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിനെ ഒന്ന് എഗ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ കേക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. ഒരു തട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇത് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.